Hello guys, welcome back to my channel Learn with Amban. So, നമ്മൾ കഴിഞ്ഞ ഡേ ACCയിലെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ എന്താണ് IA-16 എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ അതിലെന്താണ് ഡെഫിനിഷൻ ഓഫ് IA, എന്താണ് നമ്മുടെ PPE, റെക്കഗ്നീഷൻ ഓഫ് PPE, പിന്നെന്താണ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ അകത്ത് ഇനിഷ്യൽ മെഷർമെൻറ്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്സിക്വൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള സബ്സിക്വൻറ്റ് മെഷർമെൻറ്റിലേക്ക് പോകാം. സോ ഫസ്റ്റ്ലി നമുക്ക് എന്താണ് സബ്സിക്വൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് നോക്കാം. ദ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഓഫ് ആൻ അസറ്റ് റാദർ ദാൻ റിക്കറിങ്. അതായത് ഒരു അസറ്റിൻ്റെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ റാദർ ദാൻ റിക്കറിങ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ സബ്സിക്വൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് എൻഹാൻസസ് ദ എക്കോണമിക് ബെനിഫിറ്റ്സ് പ്രൊവൈഡഡ് ബൈ ദ അസറ്റ്. അതായത് ഒരു അസറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എക്കോണമിക് ബെനിഫിറ്റ്സിനെ എന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും. എന്താണ് അതുപോലെ അടുത്ത എക്സ്പെൻഡിച്ചർ ആണ് ഓവർഹൗൾ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ കോസ്റ്റ്. ഓക്കെ, ഡിപ്രിസിയേഷൻ ഓവർ ദ നെക്സ്റ്റ് ഓവർഹോൾ ഇസ് ഡ്യൂ. പിന്നെന്താണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്, കൺസിഡർ സബ്സിക്വൻറ്റ് കോസ്റ്റ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് an asset. This is only for an information. The main ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് താഴെ പോകാം. So next we are going to look about the subsequent measurement. നമ്മൾ പറഞ്ഞു മെഷർമെന്റ് ക്രൈറ്റീരിയൽ മെഷർമെന്റ് ചെയ്യുന്നത് രണ്ട് വേസ് ഉണ്ട്. ഒന്ന് ഇനിഷ്യൽ മെഷർമെന്റും അതുപോലെ തന്നെ സബ്സിക്വന്റ് മെഷർമെന്റും. ഈ സബ്സിക്വന്റ് മെഷർമെന്റിലും രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? രണ്ട് മോഡൽ, കോസ്റ്റ് മോഡലും ഉണ്ട്, റിവാലുവേഷൻ മോഡൽ. കോസ്റ്റ് മോഡലും റിവാലുവേഷൻ മോഡലും. സോ നമുക്ക് സബ്സിക്വന്റ് മെഷർമെന്റ് നോക്കാം. ആഫ്റ്റർ ഇനിഷ്യൽ റെക്കഗ്നിഷൻ കഴിഞ്ഞ ശേഷം an entity chooses either ഒന്നെങ്കിൽ കോസ്റ്റ് മോഡലോ അല്ലെങ്കിൽ റിവാലുവേഷൻ മോഡലോ ആ ഒരു എൻറ്റിറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ കോസ്റ്റ് മോഡൽ carrying amount is equal to cost minus accumulated depreciation minus impairment loss. അതായത് കോസ്റ്റ് മോഡലിൽ നമ്മൾ എന്താണ് ഇത് മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനും അതുപോലെ ഇമ്പയർമെന്റും കുറച്ചിട്ട് വരുന്നതായിരിക്കും നമ്മുടെ എന്ത് എമൗണ്ട്, ക്യാരിങ് വാല്യൂ അല്ലെങ്കിൽ ക്യാരിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. സോ ഇൻ ദ കേസ് ഓഫ് റീവാലുവേഷൻ മോഡൽ, കോസ്റ്റ് മോഡൽ അത്രയേ ഉള്ളൂ. ഇനി റീവാലുവേഷൻ മോഡലിൽ PPE is carried to the revalued amount which is fair value at the date of revaluation less subsequent depreciation ആൻഡ് ഇമ്പയർമെന്റ് ലോസ്. നമ്മൾ ഇവിടെ കോസ്റ്റ് മോഡലിൽ ഇനിഷ്യലി നമുക്ക് എത്രയാണോ കോസ്റ്റ് ആയത് അതിൽ നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനും ഇമ്പയർമെന്റും കുറയ്ക്കുകയാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റിവാലുവേഷൻ മോഡൽ PPE is carried at the revalued amount. PPE ഏത് എമൗണ്ടിലാണ് ക്യാരി ചെയ്യുന്നത്? റീവാല്യൂ ചെയ്ത എമൗണ്ടിൽ, വിച്ച് ഈസ് ദ ഫെയർ വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് റിവാലുവേഷൻ. അതായത് റിവാലുവേഷൻ ചെയ്ത ഡേറ്റിലെ ഫെയർ വാല്യൂ മൈനസ് സബ്സിക്വന്റ് ഡിപ്രിസിയേഷൻ, അതായത് അതിൽ നിന്ന് എന്താണ് ഡിപ്രിസിയേഷനും ഇമ്പയർമെന്റ് ലോസും മൈനസ് ചെയ്തത്. ഓക്കെ, സോ റിവാലുവേഷൻ ഇൻക്രീസസ് അല്ലെങ്കിൽ റിവാലുവേഷൻ ഗെയിനെ നമ്മൾ OCIയിലും റിവാലുവേഷൻ ഗെയിനിനെ നമ്മൾ എവിടെ അതർ കോംപ്രിഹെൻസീവ് ഇൻകം, അതായത് നമ്മുടെ OCIയിലും അൺലെസ് റിവേഴ്സിംഗ് എ പ്രീവിയസ് ഡിക്രീസ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, അടുത്തത് ഇനി റിവാലുവേഷൻ ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കുന്നത്? റിവാലുവേഷൻ ഡിക്രീസ് അല്ലെങ്കിൽ റിവാലുവേഷൻ ലോസ് ആണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കുന്നത്? ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് എക്സ്പെക്ട് വെൻ ഓഫ്സെറ്റ് അഗൈൻസ്റ്റ് പ്രീവിയസ്ലി റെക്കഗ്നൈസ്ഡ് റിവാലുവേഷൻ സർപ്ലസ്. അതായത് നമ്മുടെ റിവാലുവേഷൻ ഗെയിൻ ആണെങ്കിൽ OCIയിലും റിവാലുവേഷൻ ഗെയിൻ ആണെങ്കിൽ OCIയിലും അതുപോലെ റിവാലുവേഷൻ ലോസ് ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസിലും കാണിക്കും. ഓക്കെ ആണ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് പോലെ. റിവാല്യൂഡ് എമൗണ്ട് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ മൈനസ് ഇമ്പയർമെന്റ്, അതാണ് നമ്മുടെ ക്യാരിങ് മോഡൽ. കോസ്റ്റ് മോഡലിൽ എങ്ങനെയാണത്? ഇനിഷ്യൽ കോസ്റ്റ്, നമ്മൾ എത്ര കോസ്റ്റ് ആണ് വാങ്ങിച്ചത് ആ ഒരു കോസ്റ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ മൈനസ് ഇമ്പയർമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാരിങ് എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി റീവാലുവേഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്. ഒരു ഫോർമാറ്റ് ആണ്. Revalued amount minus carrying value at the
റീവാല്യൂഷൻ, അതായത് നമ്മൾ റീവാല്യൂ ചെയ്ത എമൗണ്ട്, ഇപ്പം 1,00,000 രൂപയ്ക്ക് ഞാൻ റീവാല്യൂ ചെയ്തു, എൻ്റെ ക്യാരിങ് എമൗണ്ട് ഒരു 50,000 ഉണ്ട്. സോ ആ ഒരു 1,00,000-ൽ നിന്ന് 50,000 കുറച്ചിട്ട് വരുന്ന ഇത് എന്താണ് ഇപ്പം റിവാല്യൂഷൻ സർപ്ലസ് ആണ്. ഇൻ ദ കേസ് ഇവിടെ റിവാല്യൂഷൻ സർപ്ലസും വരാം, റിവാല്യൂഷൻ ലോസും വരാം. ഓക്കെ, മീൻ ഇഫ് ക്യാരിങ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ റിവാല്യൂഡ് എമൗണ്ട്, ദെൻ അവിടെ എന്താണ് വരുന്നത്, റിവാല്യൂഷൻ ലോസ് ആണ് വരുന്നത്. പക്ഷേ റീവാല്യൂഡ് എമൗണ്ട് ആണ് കൂടുതൽ, നമ്മുടെ ക്യാരിങ് വാല്യൂനേക്കാൾ കൂടുതൽ നമ്മുടെ റീവാല്യൂഡ് എമൗണ്ട് ആണെങ്കിൽ അവിടെ എന്ത് വരും, റിവാല്യൂഷൻ സർപ്ലസ് വരും. ഓക്കെ ആണേ? ഓക്കെ, റിവാല്യൂഷൻ സർപ്ലസ് OCAയിലും ലോസ് SOPLിലും കാണിക്കും. ഡിപ്രിസിയേഷൻ ഓഫ് NCA, നോൺ കറണ്ട് അസറ്റിന്റെ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ റീവാല്യൂവേഷന് ശേഷം മസ്റ്റ് ബി ഓൺ ഇറ്റ്സ് റീവാല്യൂഡ് എമൗണ്ട്, അതിന്റെ ഏതിലായിരിക്കണം, റീവാല്യൂഡ് എമൗണ്ടിൽ ആയിരിക്കണം, ഓവർ ഇറ്റ്സ് റിവൈസ്ഡ് യൂസ്ഫുൾ ലൈഫ്, അതായത് ബാക്കിയുള്ള യൂസ്ഫുൾ ലൈഫ് എത്ര ആണോ ആ ഒരു യൂസ്ഫുൾ ലൈഫിലേക്ക് നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ റീവാല്യൂ ചെയ്ത എമൗണ്ട് എത്ര ആണോ അതിലായിരിക്കണം റീവാല്യൂവേഷന് ശേഷം. ഓക്കെ ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവാല്യൂഷൻ സർപ്ലസ് ആണെങ്കിൽ OCIയിൽ റിവാല്യൂഷൻ സർപ്ലസ് OCIയിലും പിന്നെ SOCIയിൽ ഇക്വിറ്റിയുടെ താഴെ റിവാല്യൂഷൻ സർപ്ലസ് എന്നും കാണിക്കണം, SOFPയിൽ ഇക്വിറ്റിയുടെ താഴെ റിവാല്യൂഷൻ സർപ്ലസ് എന്നും കാണിക്കണം. ഓക്കെ ആണ്? ഓക്കെ, റിവാല്യൂഷൻ സർപ്ലസ് ഈസ് ഓൾസോ നോൺ ആസ് അതർ കമ്പോണൻസ് ഓഫ് ഇക്വിറ്റി, അതായത് റിവാല്യൂഷൻ നമ്മൾ SOC, അതായത് നമ്മുടെ റിവാല്യൂഷൻ സർപ്ലസ് എന്താണ്, വേറൊരു പേര് എന്താണ്, അതർ കമ്പോണൻസ് ഓഫ് ഇക്വിറ്റി, അതായത് റിവാല്യൂഷൻ സർപ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിറ്റിയുടെ കമ്പോണൻസ് ആണ്. ഓക്കെ, റിവാല്യൂഷൻ ലോസ് ആണെങ്കിൽ SOPL, റിവാല്യൂഷൻ സർപ്ലസ് ആണെങ്കിൽ OCAയിൽ, SOCIയിൽ റിവാല്യൂഷൻ സർപ്ലസിൽ, SOFPയിൽ റിവാല്യൂഷൻ സർപ്ലസ് ഇക്വിറ്റിക്കകത്ത്. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്, നമ്മുടെ സബ്സിക്വന്റ് മെഷർമെന്റിനെ പറ്റി പറഞ്ഞു, അതുപോലെ അങ്ങനെ കുറച്ച് എക്സ്പെൻഡിച്ചേഴ്സിനെ പറ്റി ചെറുതായിട്ടൊരു അറിവ് തന്നു, പിന്നെന്താണ് സബ്സിക്വന്റ് മെഷർമെന്റിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഇനിഷ്യൽ മെഷർമെന്റ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഈ വീഡിയോയിൽ സബ്സിക്വന്റ് മെഷർമെന്റിനെ പറ്റി പറഞ്ഞു. സബ്സിക്വന്റ് മെഷർമെന്റ് 2 മോഡൽ ഉണ്ടെന്ന് പറഞ്ഞു, കോസ്റ്റ് മോഡലോ റിവാല്യൂഷൻ മോഡലോ, അതേതാണ്, ഏത് വേണേലും എൻറ്റിറ്റിക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിൽ കോസ്റ്റ് മോഡൽ ആണെങ്കിൽ എന്താണ്, ക്യാരിങ് എമൗണ്ട് കണ്ടുപിടിക്കാൻ ഇനിഷ്യൽ കോസ്റ്റിൽ നിന്നാണ് നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനും ഇമ്പയർമെന്റും കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ റീവാല്യൂഷൻ മോഡലാണെങ്കിൽ നമ്മൾ എന്താണ്, റീവാല്യൂഡ് എമൗണ്ടിൽ നിന്നാണ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനും ഇമ്പയർമെന്റും കുറച്ച് ക്യാരിങ് എമൗണ്ട് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, റിവാല്യൂഷൻ ഗെയിൻ ആണെങ്കിൽ OCAയിലും റിവാല്യൂഷൻ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസിലോ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ്, റിവാല്യൂഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ് റീവാല്യൂഡ് എമൗണ്ടിൽ നിന്ന് നമ്മുടെ ക്യാരിങ് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് റീവാല്യൂവേഷൻ കുറച്ച് കഴിയുമ്പോൾ റീവാല്യൂവേഷൻ സർപ്ലസ് ആണോ ലോസ് ആണോ എന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. റീവാല്യൂവേഷൻ സർപ്ലസ് ആണെങ്കിൽ നമ്മൾ OCAയിലും അതുപോലെ ലോസ് ആണെങ്കിൽ SOPLിലും കാണിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ ആണ്? ഇതുവരെ ക്ലിയർ ആണ്? സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. വേറെ പാർട്ട് 3 ബാക്കി ഇൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ ശരി. ഓക്കെ, താങ്ക് യു.